CMR Lexalogic സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്ന ED റെയ്ഡുകളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPIM. കോഴിക്കോട് ഇന്ന് CPIM വിശദീകരണ യോഗം ചേരും. മുതലക്കുളത്ത് നടക്കുന്ന യോഗം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും ഇന്ന് വിശദീകരണ യോഗം ചേരുകയാണ്. ഈ ഒരു യോഗത്തിൽ CPM-ന്റെ നിലപാട് എന്താണ് എന്നതാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷ. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസമാണ് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടക്കമുള്ളവരുടെ വീടുകളിൽ ഈ EDയുടെ പരിശോധന ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ CPIM കരുതുന്നത്, അതായത് ഈ CMR ലെക്സാലോജിക് കേസിൽ നിലവിൽ അത് CPIM-ലേക്ക് വഴിതിരിച്ചു വിടാനുള്ളൊരു നീക്കമാണ്, മുഹമ്മദ് റിയാസിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ED നടത്തുന്നത് എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് CPIM എത്തിയിരിക്കുന്നത്. ആ റെയ്ഡിന് പിന്നാലെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിരോധത്തിനുള്ള ഒരു തീരുമാനത്തിലേക്ക് CPIM എത്തിയത്. ശക്തമായി തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ EDക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമായാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം CPIM കോഴിക്കോട് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുതലക്കുളം മൈതാനിയിൽ നടക്കുന്ന യോഗം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അണികൾക്കിടയിലും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ആ ആശയക്കുഴപ്പങ്ങൾ നീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ED നടത്തുന്നത് രാഷ്ട്രീയമായ ഒരു വേട്ടയാടലാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര ഏജൻസിയായ ED ഈ കേസിൽ ഇടപെടുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അണികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും ഈ വിശദീകരണ യോഗത്തിൻ്റെ ഒരു കാര്യമാണ്. ഏതായാലും ഇക്കാര്യങ്ങളിലെല്ലാം വിശദമായി തന്നെ ഒരു വിശദീകരണവും ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും CPIM EDയുടെ നീക്കങ്ങളെ ശക്തമായി തന്നെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയിലേക്ക് മാത്രമുള്ള ഒരു അന്വേഷണമാണ് നടന്നിരുന്നെങ്കിൽ അതിപ്പോൾ അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെയും EDയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട മുഹമ്മദ് റിയാസിൻ്റെ പേരോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് ഇത്തരത്തിൽ ഈ വീണയുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് ED ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് ED എത്തിയത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം അവരിൽ ഒരാൾ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, ഒരാൾ DYFIയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അങ്ങനെ CPIM-ന്റെ നേതൃസ്ഥാനത്തുള്ള ആളുകളാണ് ഈ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ. അപ്പോൾ അത് ഒരു തരത്തിൽ CPIM-നെയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനെയും കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കമായി കാണുകയാണ് CPIM. ഏതായാലും അതെല്ലാം പ്രതിരോധിക്കുക തന്നെയാണ് ഇപ്പോൾ CPIM-ന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഏതായാലും നേരത്തെ ഇവരുടെ എല്ലാം പേരുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ റെയ്ഡിന് പിന്നാലെ ED ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് പറഞ്ഞിരുന്നത്, അതായത് ഈ നിഖിലിൻ്റെ പേരിലടക്കം ഇത്തരത്തിൽ ഈ വീണ ടി ഒരു സിം എടുത്തു. ആ സിമ്മിൽ ദുബായിലേക്കടക്കം ഇൻ്റർനെറ്റ് കോളുകൾ നടത്തി, 85 ലക്ഷം രൂപ അയച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ED ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും ഇതെല്ലാം CPIM തള്ളിക്കളയുകയാണ്. ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വേട്ടയാടലാണ് എന്നുള്ളത് തന്നെയാണ് CPIM ഇതിനെ പറയുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് CPIM ഒരുങ്ങുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കോഴിക്കോട് വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും ED റെയ്ഡുകളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തന്നെയാണ് CPIM-ന്റെ തീരുമാനം. എന്തായാലും യോഗത്തിന് ശേഷം മാത്രമേ ഇനി എന്താണ് CPIM-ന്റെ നിലപാടെന്നതിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർജാണ്.